അതിന്റെ വലിയ പബ്ലിസിറ്റി കൊടുക്കുകയാണ്. എന്താ നിങ്ങളുടെ നിലപാട്? ഒപ്പിട്ടവും നടപ്പിലാക്കുന്നതും കോൺഗ്രസ് അല്ലേ? രാജസ്ഥാനിൽ ഒപ്പിട്ടവും നടപ്പിലാക്കുന്നതും കോൺഗ്രസ് അല്ലേ? കർണാടകയിൽ ഒപ്പിട്ട BJP ആണ്, നടപ്പിലാക്കുന്നത് കോൺഗ്രസ് അല്ലേ? ആശങ്കയുള്ള ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള PMC പദ്ധതിയിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് CPM നയിക്കുന്ന സർക്കാരാണെന്ന വസ്തുതയാണ് TSK സജീഷ്. ശരിക്കും പറഞ്ഞാൽ ഈ PMC പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് ഇടതുമുന്നണി സർക്കാർ കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ടോ, അതോ താൽക്കാലികമായി ഇത് മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണോ എന്നാണോ? പാർലമെന്റ് രേഖകൾ പ്രകാരം ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി ഒരു കമ്മ്യൂണിക്കേഷനും കേന്ദ്ര സർക്കാരും കഴിഞ്ഞ LDF സർക്കാരും തമ്മിൽ നടന്നിട്ടില്ല. ഈ കഴിഞ്ഞ ബജറ്റ് സെഷനിൽ, പാർലമെന്റ് ബജറ്റ് സെഷനിൽ ഈ ചോദ്യം പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ എന്തെങ്കിലും കത്ത് നൽകിയിട്ടുണ്ടോ എന്ന്. അതിനുള്ള മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ MOU സൈൻ ചെയ്തിട്ടുണ്ട്, മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്നാണ്. അതല്ലാതെ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കേരള സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊന്ന് പാർലമെന്റിലെ ചോദ്യത്തിന് പോലും ഉത്തരമായി വരുന്നില്ല. പിന്നെ എവിടെയാണ് ഈ പിന്മാറ്റത്തിന്റെ വിഷയം വരുന്നത്? പാർലമെന്റിൽ ഈ ചോദ്യം വന്ന സമയത്തും കേരളത്തിലെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും മുന്നോട്ട് പോയിട്ടില്ല, കത്ത് നൽകിയിട്ടുണ്ട് എന്ന മറുപടി തന്നെയാണ് പാർലമെന്റിലുള്ളത്. അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചു പോകേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ കത്ത് നൽകി എന്നൊരു മറുപടിയും പാർലമെന്റിൽ കൊടുത്തിട്ടില്ല. സജീഷ് ഇവിടെ ചോദിച്ചിരിക്കുകയാണ് whether the state government of Kerala has requested withdrawal on the implementation of PMC scheme after signing the memorandum of understanding with the union government. ആ ഉത്തരത്തിൽ അങ്ങനെ ഒരു കത്ത് കൊടുത്തതായി കേന്ദ്ര സർക്കാർ പറയുന്നേയില്ല. ഈ 2026 ഫെബ്രുവരിയിലെ ചോദ്യമാണ്. കേരളത്തിലെ സർക്കാർ കൃത്യമായി കത്ത് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ആ കോപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് കാര്യങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാതിരുന്നത്. ഇനി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞതിന് ശേഷം ക്ലാരിറ്റി വരുത്തണമെങ്കിൽ വീണ്ടും ഞാൻ വരുത്താം. അതിൽ ചുറ്റിത്തിരിയാൻ ഞാനില്ല. കാരണം എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ കുറെ നേരമായി സംസാരിച്ച ചില കാര്യങ്ങൾക്ക് ഞാൻ പറയട്ടെ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇതുമായി മുന്നോട്ട് പോകുന്നില്ല, ഇത് പരിശോധിക്കാൻ വേണ്ടി മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചിട്ടുണ്ട്, അതിന്റെ തീരുമാനം വരുന്നതോടുകൂടി ഈ കാര്യത്തിൽ പിന്നോട്ട് പോകുമെന്നുള്ളത് ഉറപ്പാണല്ലോ. അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ മന്ത്രിസഭാ ഉപസമിതിയെ തന്നെ വെച്ചും കത്തയക്കുകയും എല്ലാം ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു നിൽക്കുകയാണ്. ആ നിലച്ചു നിൽക്കുന്ന സമയത്താണ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ച ഉത്തരവിൽ പറയുന്നത് PMC പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതി റിവ്യൂ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ മന്ത്രി ചെയർമാനായും റവന്യൂ വകുപ്പ്, കൃഷി വകുപ്പ്, നിയമവകുപ്പ്, ജലവിഭവ മന്ത്രി, വൈദ്യുതി എന്നിവർ അംഗങ്ങളായ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവാകുന്നതാണ്. അതായത് PMC പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെയാണ് കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്ന മറുപടിയിലും പറഞ്ഞിരിക്കുന്നത് താൽക്കാലികമായി മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ്. അല്ലാതെ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതോ കരാർ റദ്ദാക്കാൻ നിർദ്ദേശിക്കുന്നതോ ഒന്നും ഇടതുമുന്നണി സർക്കാരിന് നടന്ന ഒരു കമ്മ്യൂണിക്കേഷനിലും പറഞ്ഞിട്ടില്ല. ശ്രീ സജീഷ്, നിഷ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമേ ഇനി നിഷ ഇടപെടാവൂ. എനിക്ക് ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നിഷയ്ക്കുണ്ടായ സംശയം ഇപ്പം തീരും. അതിന് താങ്കൾ അനുവദിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അത് ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല, അതിനനുബന്ധമായ കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതായത് ഇവിടെ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ ചർച്ചകൾ ഉയർന്നു വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശോധിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഈ പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കത്തയക്കുന്നതും. കത്തയക്കുക മാത്രമല്ല, മന്ത്രി തന്നെ നേരിട്ട് NEP കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ഒരു ഡെലിഗേഷൻ കേന്ദ്രമന്ത്രിയെ തന്നെ കണ്ട് സംസാരിക്കുന്ന നില ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചില കാര്യങ്ങൾ ഇനി സൂചിപ്പിക്കാനുള്ളത്, ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാടുകളുണ്ട്. ആ നിലപാട് പ്രിയപ്പെട്ട ലീഗിൻ്റെ പ്രതിനിധി ഷിബു മീരാൻ അവരുടെ സുഹൃത്തുണ്ടല്ലോ കോൺഗ്രസ് എന്താണ് രാജ്യത്തുടനീളം സ്വീകരിച്ചതെന്ന് പറയണ്ടേ? ഇവരിപ്പോൾ ചൂണ്ടയാണ്, ചൂണ്ടക്കൊളുത്താണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച കേരളത്തിൽ നിങ്ങൾക്ക് വേണ്ടി വലിയ ശബ്ദമുയർത്തിയ ആളാണല്ലോ രേവന്ത് റെഡ്ഡി. ആ രേവന്ത് റെഡ്ഡി ഇപ്പോൾ ചൂണ്ടയിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മീൻ പിടിച്ചിട്ട് മീൻ വിൽക്കുകയാണ്. അതിന്റെ വലിയ പബ്ലിസിറ്റി കൊടുക്കുകയാണ്. എന്താ നിങ്ങളുടെ നിലപാട്? ഒപ്പിട്ടവും നടപ്പിലാക്കുന്നതും കോൺഗ്രസ് അല്ലേ? രാജസ്ഥാനിൽ ഒപ്പിട്ടവും നടപ്പിലാക്കുന്നതും കോൺഗ്രസ് അല്ലേ? കർണാടകയിൽ ഒപ്പിട്ട BJP ആണ്, നടപ്പിലാക്കുന്നത് കോൺഗ്രസ് അല്ലേ? ഹിമാചലിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും ഒപ്പിട്ടത് കോൺഗ്രസ് അല്ലേ? ആ കോൺഗ്രസിനെ കുറിച്ച് ലീഗിന്റെ അഭിപ്രായം എന്ത് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഒരു പ്രതിഷേധവും ഇല്ലല്ലോ. പിന്നെ ഒരു ചോദ്യം കൂടി അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായി ആശങ്കയുണ്ടാക്കുന്ന വിഷയം പാഠ്യപദ്ധതിയിലേക്ക് ഉൾപ്പെടെ കടന്നു വരുന്നു എന്നാണല്ലോ. അതാണ് ഈ പ്രായോഗികമായി കേരളം സ്വീകരിച്ച നിലപാടുണ്ട്. എന്താണ്? കരിക്കുലത്തിന്റെ ഭാഗമായി സംഘപരിവാര അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാൻ
പാഠ്യപദ്ധതി 1 മുതൽ 10 വരെ പരിഷ്കരിച്ച ഏക ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. എന്താ നിങ്ങളുടെ കൂട്ടാളികൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ആ നിലപാട് സ്വീകരിക്കാഞ്ഞത്? മറുപടി പറയേണ്ടതുണ്ട്. NCERT വെട്ടിമാറ്റിയ ഗാന്ധിവധം, അതുപോലെ തന്നെ മുഗൾ ചരിത്രം, ഇത് പ്രത്യേക പാഠപുസ്തകമായി അച്ചടിച്ച് വിതരണം ചെയ്ത് പഠിപ്പിക്കുക മാത്രമല്ല അതിൽ പരീക്ഷ നടത്തുകൂടി ചെയ്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാണ്. എന്തേ പ്രിയപ്പെട്ട ലീഗ്, നിങ്ങളുടെ സുഹൃത്തുക്കളായ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ പ്രത്യേക പാഠപുസ്തകം ഉണ്ടാകാത്തത്? അവിടെ ഗാന്ധിജിയെ കൊന്ന ഭാഗം മാറ്റിയത് ഉൾച്ചേർക്കണ്ടേ? ചേർക്കണ്ടേ? ചേർത്തില്ല എന്ന് മാത്രമല്ല. പറയട്ടെ നിഷ ചില കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഈ കരിക്കുലത്തിൽ പറയട്ടെ നിഷ, ഇടപെട്ട എനിക്ക് കേൾക്കില്ല. ഇവിടുത്തെ ശബ്ദത്തിന്റെ ചില പ്രശ്നം. എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്ത് എങ്ങനെ കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഗൾ ചരിത്രവും മറ്റ് ഈ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള പോലുള്ള ചരിത്ര ഭാഗങ്ങൾ വെട്ടിമാറ്റിയ പുസ്തകങ്ങളാണോ പഠിപ്പിക്കുന്നത്? NCERT അതായത് കേന്ദ്ര സിലബസ് പ്രകാരമുള്ള പുസ്തകങ്ങളാണോ ഈ സംസ്ഥാനങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചത്. അതെ, എന്താ സംശയം? വേറെ എവിടെ ഇല്ല. ഈ കേരളത്തിൽ മാത്രമാണ് ഇതിൽ ഇടപെട്ട് പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയത്. നിഷ ഒന്ന് കേൾക്കാൻ സന്നദ്ധമാകൂ. ഇവിടെ സാങ്കേതികമായ ഒരു തടസ്സം കൂടിയുണ്ട്. ആ തടസ്സത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ശബ്ദത്തിന്റെ ഉൾപ്പെടെ ചില പ്രശ്നമുണ്ട്. ആ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചിട്ടില്ല ഇവിടെ. അപ്പൊ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ, പറയാനുള്ള സാഹചര്യവും നൽകൂ. ഒന്ന്, കേരളത്തിൽ പാഠപുസ്തകത്തിനകത്ത് ഇവർ വെട്ടിമാറ്റിയ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പ്രത്യേക പാഠപുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്ത് പഠിപ്പിച്ച് പരീക്ഷ നടത്തി. എൻ്റെ ചോദ്യം നിഷയോടല്ല, അപ്പുറത്തിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സുഹൃത്തിനോടുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് ഈ നിലപാട് സ്വീകരിച്ചോ? സർവകലാശാലകൾ ഉൾപ്പെടെ UGCയുടെ 2025 ഡ്രാഫ്റ്റ് റെഗുലേഷൻ, ആ റെഗുലേഷന്റെ ഭാഗമായി ലേണിംഗ് ഔട്ട്കം, അതുപോലെ തന്നെ കരിക്കുലം ഫ്രെയിംവർക്ക്, സിലബസ്, ഈ കാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ച ഏക ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സ്വന്തം ചട്ടക്കൂട് തയ്യാറാക്കി സ്വന്തം കരിക്കുലം നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. അവിടെയാണ് സർവകലാശാലകൾ മുഴുവൻ RSSന് വിട്ടുകൊടുക്കാൻ നിങ്ങളുടെ കോൺഗ്രസ് തയ്യാറാകുന്നത്. അവിടെയാണ് MG യൂണിവേഴ്സിറ്റിയിൽ 19 സെനറ്റ് മെമ്പർമാരെ ഗവർണർ നോമിനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാര്, മന്ത്രിമാര്, മുഖ്യമന്ത്രിമാർ മിണ്ടാട്ടമില്ലാതിരിക്കുന്നത്. ഇതിൽ തന്നെ നിയമോപദേശം കിട്ടിയോ എന്ന ചോദ്യം ആരോടാണ് പ്രിയപ്പെട്ട ഷിബു മീരാൻ നിങ്ങളുടെ ഗവൺമെന്റ് നിയമോപദേശം ചോദിക്കുക? ഇതെല്ലാം തകർക്കുന്ന RSSന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവർണറുടെ നിയമ ഉപദേഷ്ടാവല്ലേ ഇപ്പോൾ നിങ്ങളുടെ AG-ആയി കേരളത്തിൽ പ്രവർത്തിക്കുന്നത്? ഗവർണർ എന്നുള്ള രീതിയിൽ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച അഡ്വക്കേറ്റ് രാജുബാബു, ഗവർണർ ചാൻസലർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവായി പ്രവർത്തിക്കുന്നത് ഇതേ അഡ്വക്കേറ്റ് രാജുബാബുവിന്റെ ഭാര്യ. ഇവരെയാണല്ലോ നിങ്ങളിപ്പോ ഉപദേശകരായി വെച്ചിരിക്കുന്നത്. ഇവരുടെ അടുത്ത് എന്തെങ്കിലും ഉപദേശം കിട്ടിയോ? മറുപടി പറയണ്ടേ? നിങ്ങൾ കാഴ്ചക്കാരായി നിൽക്കുകയാണോ? ഇവിടെ കോൺഗ്രസ് ജയിച്ചിട്ട് BJP ഭരിക്കുന്ന സാഹചര്യമല്ലേ രൂപപ്പെട്ടിരിക്കുന്നത്? അതിന് മറുപടി പറയണ്ടേ? നിങ്ങൾ ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കും. ഞാനത് ആദ്യം പറഞ്ഞു, ഇത് 2027 തീരും. 2027 കഴിഞ്ഞാൽ ഈ പദ്ധതിയില്ല. നിങ്ങൾക്ക് അതുവരെ ഈ പറഞ്ഞ പോലെ മന്ത്രിസഭാ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും കരിക്കുലത്തിൽ ഇടപെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇന്നതേ പഠിപ്പിക്കാവൂ എന്ന ഇടപെടൽ നടത്തിക്കൊണ്ട് കരിക്കുലത്തിൽ വ്യത്യാസം വരുത്തേണ്ടി വന്നിട്ടുണ്ടോ? കാരണം ഈ PMCയുടെ കാര്യത്തിൽ തന്നെ കൃത്യമായി കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്, കരിക്കുലത്തിന്റെ കാര്യത്തിലും സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് താങ്കൾ ഈ പറയുന്നത് പോലെ എവിടെയാണ് കരിക്കുലം സ്റ്റേറ്റ് സിലബസിൽ വെട്ടിമാറ്റാൻ വന്നിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സംസ്ഥാന സിലബസിന്റെ കാര്യത്തിൽ മാറ്റാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എത്രാം ക്ലാസ്സിലെ ഏത് പാഠപുസ്തകത്തിലാണ് ആ വ്യത്യാസം വരുത്തിയത്? താങ്കൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്. PM ഉഷ എന്നൊരു പദ്ധതിയുണ്ട് കേന്ദ്ര സർക്കാരിന്റെ. 450 കോടിയാണ് ഏറ്റവും ഒടുവിൽ കേരളത്തിന് ഫണ്ട് കിട്ടിയത്. അതും ദേശീയ വിദ്യാഭ്യാസ നയവുമായി ചേർന്ന് പോകുന്ന സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതാണ് ശ്രീ സജീഷ്. അപ്പൊ അത് വാങ്ങിയപ്പോ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പൊന്നും ഉണ്ടായില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണല്ലോ കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരാതിരിക്കാൻ സ്വന്തം ഉന്നത വിദ്യാഭ്യാസ ചട്ടക്കൂട് രൂപീകരിച്ചു. അതിന്റെ ഭാഗമായി സ്വന്തം കരിക്കുലം കേരളത്തിൽ സർവകലാശാലകളിൽ തയ്യാറാക്കി.
2025 UGC ഡ്രാഫ്റ്റ് റെഗുലേഷൻ അതിന്റെ അല്ല സർ, ഈ PM ഉഷ പദ്ധതി പ്രകാരമുള്ള ഫണ്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലൈൻ പിടിച്ചേ പറ്റൂ. ആ ഫണ്ട് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. 405 കോടി രൂപ കേരളത്തിലെ സർവകലാശാലകൾക്ക് അനുവദിച്ചു കഴിഞ്ഞ കൊല്ലം. അതെങ്ങനെയാണ് കിട്ടിയത്? ഫണ്ടേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരല്ലോ. രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലൈനിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ആ ഫണ്ട് കൊടുക്കുന്നുണ്ടോ സതീഷ്? ആ ഫണ്ട് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ചോദിച്ചതുപോലെ കരിക്കുലത്തിൽ ഇടപെട്ട് എവിടെയാണ് കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തിയിട്ടുള്ളത്? നിഷയ്ക്ക് തോന്നുന്ന പോലെ പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. നിഷയ്ക്ക് തോന്നുന്ന പോലെ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഞാൻ പാർലമെന്റ് രേഖകളും ധനമന്ത്രാലയത്തിന്റെ രേഖകളും ഉദ്ധരിച്ച് തന്നെയാണ് പറയുന്നത്. എന്റെ ചോദ്യം, കരിക്കുലത്തിൽ എവിടെയാണ് ഇടപെട്ടത്? 7 പാഠപുസ്തകമാണ് NCERT നിർദ്ദേശപ്രകാരം കേരളത്തിൽ മാറ്റേണ്ടി വന്നത്. ഞാൻ പറയട്ടെ, അതായത് താങ്കൾ ഏത് കാര്യങ്ങൾ പറഞ്ഞാലും പ്രശ്നമില്ല. NCERT പ്രകാരം കേരളത്തിൽ രാജ്യത്ത് വെട്ടിമാറ്റിയ ഭാഗങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ ഗാന്ധിവധം എന്നുള്ളത് സിലബസിന്റെ ഭാഗമായി പഠിപ്പിക്കുന്നില്ല. മുഗൾ രാജവംശത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ പ്രത്യേക പുസ്തകമാക്കി കേരളത്തിൽ പഠിപ്പിക്കുകയും പരീക്ഷ നടത്തുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കേരളത്തിൽ മാധ്യമങ്ങളുടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ശ്രീ സജീഷ്, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടല്ല, ഇന്ത്യയിൽ NCERT പാഠപുസ്തകങ്ങളിൽ ഈ കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ അത് പിന്തുടരുന്ന കേരളത്തിലെ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ എന്തിനാണ് നിങ്ങൾ മുഗൾ ഭരണകാലത്തെ കുറിച്ചുള്ള ചരിത്ര പുസ്തകങ്ങളിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയത്? ഞാൻ പറയട്ടെ, ഇത് നിഷ ഒരു കാര്യം, ഇവിടെ ഒന്നും വെട്ടിമാറ്റിയിട്ടില്ല. NCERT സിലബസ് പ്രകാരം കേരളത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് ദേശീയ സിലബസ് പ്രകാരം പഠിക്കുന്ന കുട്ടികൾക്കുൾപ്പെടെ പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നെ അതോടൊപ്പം ഒരു കാര്യം കൂടി കാണേണ്ടത്, രാജ്യത്ത് ഇതിലെല്ലാം മാതൃകാപരമായ നിലപാട് കേരളം സ്വീകരിക്കുന്നുണ്ട്. കേരളം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇവിടെ ഇപ്പൊ നോക്കൂ, ഗവർണർക്കും BJPക്കും നിലപാട് സ്വീകരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും കരിക്കുലത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടുണ്ടോ? അത്തരം നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുണ്ടോ? PM ശ്രീ സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത് ഞങ്ങളാണെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഒരു കാര്യം, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഇവരുടെ ഈ അജണ്ടകൾ അനുവദിച്ചില്ല. NCERT പാഠപുസ്തകങ്ങൾ ഹയർ സെക്കൻഡറി ഉൾപ്പെടെ ഈ വെട്ടിമാറ്റിയ കാര്യങ്ങളെല്ലാം കേരളത്തിൽ പ്രത്യേക പാഠപുസ്തകമായി പഠിപ്പിച്ചു. ഷിബു മീരാൻ പറഞ്ഞത് കളവാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിലും ഈ നിലപാട് സ്വീകരിച്ചില്ല. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളൊരു വസ്തുതയാണ്. നിങ്ങൾ ഇപ്പോഴും കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഗവർണർ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു. പണ്ട് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ ഗവർണർ ചീഫ് സെക്രട്ടറിയോടും പോലീസ് മേധാവിയോടും വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ പോയി പണി നോക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മനസ്സിലായോ? നിങ്ങൾ ഗവർണർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. സമ്മതിക്കുന്നില്ല. പക്ഷേ ഇത്രയധികം ആശങ്കയുള്ള ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള PMC പദ്ധതിയിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് CPM നയിക്കുന്ന സർക്കാരാണെന്നുള്ള വസ്തുതയാണ്. അത് അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ് UDF സർക്കാർ അതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു.